സ്ത്രീകളിൽ പ്രായഭേദമന്യേ ആർത്തവ ക്രമക്കേടുകളോടൊപ്പം കാണാറുള്ള ഒന്നാണ് ആർത്തവവേദന അഥവാ ഡിസ്മെനേറിയ. ആർത്തവവേദനയെ പ്രൈമറി ഡിസ്മെനേറിയ എന്നും സെക്കൻഡറി ഡിസ്മെനേറിയ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഋതുമതി ആയതിനു ശേഷം അണ്ഡോൽപാദനം നടന്നു തുടങ്ങുന്നതോടൊപ്പം ഏകദേശം 6 മാസം തൊട്ട് 1 വർഷത്തിനകത്ത് ഉണ്ടാകുന്ന ആർത്തവ വേദനയാണ് പ്രൈമറി ഡിസ്മെനേറിയ. ഇതിന് വിപരീതമായി ആർത്തവം തുടങ്ങി ഏത് പ്രായത്തിൽ വേണമെങ്കിലും കാണാവുന്നതാണ് സെക്കൻഡറി ഡിസ്മെനേറിയ. ഇത് സാധാരണയായി ഗർഭാശയത്തിൻ്റെയോ അണ്ഡാശയത്തിൻ്റെയോ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഏകദേശം 30നും 40നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്നതുമാണ്. ആർത്തവ വേദനയോടൊപ്പം തന്നെ ആർത്തവ ക്രമക്കേടുകളായ അമിതമായ രക്തസ്രാവം, ആർത്തവ സമയത്തല്ലാതെയുള്ള രക്തസ്രാവം, ശാരീരിക ബന്ധത്തിന് ശേഷമുള്ള രക്തസ്രാവം എന്നിവയിൽ ഏതെങ്കിലും കാണാറുണ്ട്. ആർത്തവ വേദനയുടെ കാഠിന്യം പലരിലും പല തോതിലാണ് ഉണ്ടാവുക. അതിനോടൊപ്പം പുറംവേദന, തലവേദന, ഛർദി, വയറിളക്കം എന്നീ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ആർത്തവ വേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാൻ പാടുള്ളൂ. വിശദമായ അന്വേഷണത്തിലൂടെ ആർത്തവ വേദന എത്ര വയസ്സ് മുതൽ തുടങ്ങി, വേദനയുടെ കാഠിന്യം, മറ്റ് രോഗലക്ഷണങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കും. അതോടൊപ്പം അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തി ഗർഭാശയ മുഴകളോ അണ്ഡവാഹിനി കുടലുകൾക്ക് വീക്കമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കും. പരിശോധനകൾ പൂർത്തിയായ ശേഷമാണ് ചികിത്സ നിർണ്ണയിക്കുക. ആർത്തവ വേദനയ്ക്കുള്ള ഏറ്റവും സാധാരണമായ ചികിത്സയാണ് വേദന കുറയ്ക്കുന്ന ടാബ്ലറ്റുകൾ. ഈ മരുന്നുകൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഹോർമോണുകളുടെ ഉൽപ്പാദനം തടയുന്നു. അതുവഴി വേദന കുറയുന്നു. ഈ ടാബ്ലറ്റുകൾ ആർത്തവം തുടങ്ങുന്നതിന് 48 മണിക്കൂറിന് മുന്നേ കഴിച്ചാലാണ് വേദനയുണ്ടാവുന്നത് തടയാൻ കഴിയുക. ഒരു ആർത്തവ ചക്രത്തിൽ 5 ദിവസത്തിന് മുകളിൽ ഈ ടാബ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള NSAID ഗണത്തിൽപ്പെട്ട ഏത് ഗുളികകളും കഴിക്കാതിരിക്കുന്നതാണ് അവയുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ചിലർക്ക് വേദന സംഹാരികൾ കഴിച്ചാൽ നെഞ്ചെരിച്ചിൽ, ആമാശയത്തിൽ അൾസർ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ കഴിയുന്നതും ഇവയെ തടയാനുള്ള മരുന്നുകൾ കൂടി ഒപ്പം കഴിക്കുന്നതാണ് നല്ലത്. ഡോക്ടറുടെ നിർദ്ദേശം വാങ്ങിയ ശേഷം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. NSAID മരുന്നുകളുടെ അമിതമായ ഉപയോഗം വൃക്കകൾക്ക് ഹാനികരമാകാം എന്നതുകൊണ്ട് അവ ആവശ്യാനുസരണം മാത്രം കഴിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നതും പാർശ്വഫലങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകമാകും. വേദന സംഹാരികൾ കൊണ്ട് മാത്രം ഫലം ലഭിക്കാത്തവർക്ക് ഹോർമോണുകൾ അടങ്ങിയ ഗുളികകൾ കൊണ്ടും ആശ്വാസം ലഭിക്കും. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും അടങ്ങിയ കമ്പൈൻഡ് പിൽസ് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.